ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിച്ചു തുടങ്ങുന്നത് കേരളത്തിലെ മത്സ്യബന്ധനമാണ്. അപ്പോൾ കുറച്ച് ഇൻട്രൊഡക്ഷൻ പാർട്ട് നോക്കാം നമുക്ക്. അപ്പോൾ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീനാണ്. കരിമീൻ്റെ ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുരാറ്റൻസിസ് എന്നുള്ളതാണ്. അതുപോലെ കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1966. ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? എറണാകുളത്താണ്. അതുപോലെ കേരള തീരത്തു നിന്നും സുലഭമായി ലഭിക്കുന്ന മത്സ്യം ഏതാണ്? അത് മത്തിയാണ്. എന്നാൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന സമുദ്ര ഉൽപ്പന്നം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചെമ്മീനാണ്. ഈ ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ചോദിച്ചാൽ അത് കൊല്ലമാണെന്നും കൂടെ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ കാണപ്പെടുന്ന ജില്ല അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏതാണ്? അത് ആലപ്പുഴ ജില്ലയാണ്. അതുപോലെ ഉൾനാടൻ തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് അത് ഏത് ജില്ലയാണെന്ന് ചോദിച്ചാൽ അത് എറണാകുളമാണ്. അതുപോലെ കടലിനെ ആശ്രയിച്ച് കഴിയുന്ന ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ളത്, കടലിനെ ആശ്രയിച്ച് കഴിയുന്നവർ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? അത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഒന്നുകൂടെ പറയാം. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. എട്രോപ്ലസ് സുരാറ്റൻസിസ് എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. കേരള ഫിഷറീസ് കോർപ്പറേഷൻ 1966 എറണാകുളത്ത് സ്ഥാപിതമാകുന്നു. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ഏത് മത്സ്യമാണെന്ന് വെച്ചാൽ മത്തിയാണ്. എന്നാൽ കേരള തീരത്ത് നിന്നും കയറ്റുമതി ചെയ്യുന്ന സമുദ്ര ഉൽപ്പന്നം ഏതാണെന്ന് ചോദിച്ചാൽ ചെമ്മീനാണ്. ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കൊല്ലം ജില്ലയിലാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു പോയിന്റ് പറയാൻ മറന്നുപോയി. ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന അലങ്കാര മത്സ്യം അതേതാണ്? മിസ് കേരളയാണെന്ന് ഓർത്ത് വെച്ചേക്കണേ. പിന്നെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. ഉൾനാടൻ തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഏത് ജില്ലക്കാരാണെന്ന് വെച്ചാൽ തിരുവനന്തപുരമാണ്. അതുപോലെ കടലിനെ ആശ്രയിച്ച് കഴിയുന്ന തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജില്ല ഏതാണ്? അത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബൈ.